ഹായ് മക്കളെ, നമ്മൾ ഇന്ന് +1 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായി പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. മോഷനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ചാപ്റ്ററാണ്. നേരത്തെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കും. അത് പഠിക്കാതെ ഈ ചാപ്റ്റർ കാണുന്നത് പ്രയാസമുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചതിന് ശേഷം ഈ ചാപ്റ്റർ നോക്കാവും. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്റർ വളരെ വൃത്തിയായി ഭംഗിയായി പഠിച്ച് അവസാനിച്ചതിന് ശേഷം മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ഈ ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങും. ഈ ചാപ്റ്ററിലെ മുഴുവൻ ടോപ്പിക്കുകളെ നമുക്ക് 3 ഭാഗമാക്കി ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ആദ്യ ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടത് വെക്ടറുകളെ സംബന്ധിച്ചാണ്. വെക്ടർ ക്വാണ്ടിറ്റീസ് എന്താണ് വെക്ടർ, വെക്ടറുകളെ എങ്ങനെ എഴുതാം, എങ്ങനെ വരച്ച് കാണിക്കാം, വെക്ടറുകൾ പല ടൈപ്പ് ഉണ്ട്, പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ഏതൊക്കെയാണ്, വെക്ടറുകളുടെ അഡീഷൻ, അതേപോലെ വെക്ടറുകളുടെ റെസൊല്യൂഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെക്ടറുകളെ സംബന്ധിച്ച് പഠിക്കണം. അതിനുശേഷം പിന്നെ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ടോപ്പിക്. എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷൻസ് ഒക്കെ വരുന്ന ഏരിയയാണ് പ്രൊജക്ടൈൽ മോഷൻ എന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗമായി യൂണിഫോം സർക്കുലാർ മോഷൻ. ഇങ്ങനെ ഈ ചാപ്റ്ററിനെ 3 ഭാഗമാക്കി ഡിവൈഡ് ചെയ്തുകൊണ്ട് പഠിക്കാം. ഓക്കെ, നമ്മൾ പറയുന്ന ആ രീതിയിൽ ഈ ചാപ്റ്റർ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം ഉറപ്പിച്ചു പറയാം, പബ്ലിക് എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ അത്രയും എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കും. കട്ടക്ക് കൂടെ നിന്നാൽ നമുക്ക് മാർക്ക് അടിച്ചെടുക്കാനും A+ നേടിയെടുക്കാനും നിഷ്പ്രയാസം സാധിക്കും. തുടങ്ങാം നമുക്ക്. ആദ്യം മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് വെക്റ്റർ ക്വാണ്ടിറ്റികളെ സംബന്ധിക്കുന്ന ഭാഗങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഓക്കെടാ, ആദ്യം ഫിസിക്സിൽ നമ്മൾ ക്വാണ്ടിറ്റികളെ 2ആയി തരംതിരിക്കുന്നു. ഡയറക്ഷൻ ഉള്ളത്, ഡയറക്ഷൻ ഇല്ലാത്തത്. ഇപ്പം ഞാൻ നിങ്ങളിൽ ഒരാളെ പിടിച്ച് തള്ളുന്നു എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് തള്ളുന്നത്, തള്ളിയത് എന്ന ചോദ്യത്തിന് തള്ളുക മീൻസ് ഫോഴ്സ് കൊടുക്കുക. ഫോഴ്സിനൊരു ഡയറക്ഷൻ ഇല്ലേ? എങ്ങോട്ടാ ഫോഴ്സ്? അങ്ങോട്ട്, ഇങ്ങോട്ട്, മുന്നോട്ട്, പിന്നോട്ട്, മേലോട്ട്, താഴോട്ട്. ഇങ്ങനെ ചില ക്വാണ്ടിറ്റികൾക്ക് ഡയറക്ഷൻ ഉണ്ടാവും. എന്നാൽ ഈ പെന്നിൻ്റെ മാസ് 50 ഗ്രാം ആണെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങോട്ട് 50 ഗ്രാം എന്ന ചോദ്യമില്ല. ചോദിച്ചാൽ അതിനൊരു ഉത്തരവുമില്ല. കാരണം മാസിന് അങ്ങനെ ഡയറക്ഷൻ ഇല്ല. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ, ഫിസിക്സിലെ ക്വാണ്ടിറ്റികൾ 2 തരത്തിലുണ്ട്. ഒന്ന് ഡയറക്ഷൻ ഇല്ലാത്തത്, മറ്റൊന്ന് ഡയറക്ഷൻ ഉള്ളത്. ഡയറക്ഷൻ ഇല്ലാത്തവരെ നമ്മൾ പറയുന്ന പേരാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. സ്കേലാർസ്, സ്കേലാർ. ഡയറക്ഷൻ ഇല്ല, ശ്രദ്ധിക്കുക, നോ ഡയറക്ഷൻ. ഓക്കെ, എന്നാൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാലോ ഡയറക്ഷൻ ഉണ്ട്. എന്ത് ക്വാണ്ടിറ്റി അളന്നാലും നമുക്കൊരു നമ്പർ കിട്ടില്ലടാ. ഈ പെന്നിൻ്റെ മാസ് 50 ഗ്രാമോ 100 ഗ്രാമോ, അപ്പോൾ 50, 100 ഒരു നമ്പർ. അതേപോലെ നമ്മൾ ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 5 ന്യൂട്ടൺ, 10 ന്യൂട്ടൺ, 5, 10 ഒരു നമ്പർ. ആ നമ്പറാണ് ആ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. എന്ത് ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോഴും നമുക്കൊരളവ് കിട്ടും, ഒരു നമ്പർ കിട്ടും. ആ നമ്പറിനെ പറയുന്ന പേരെന്താ? മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഏത് ക്വാണ്ടിറ്റി ആണെങ്കിലും മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. പക്ഷേ സ്കേലാർ ആകുമ്പോൾ ഡയറക്ഷൻ ഇല്ല. എന്നാൽ വെക്റ്റർ ആകുമ്പോഴോ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനുമുണ്ട്. സോ മറക്കരുത്, സ്കേലർ ക്വാണ്ടിറ്റി പറഞ്ഞാൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, നോ ഡയറക്ഷൻ. വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. എക്സാമ്പിൾ നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മളിപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് അല്ലേ, അത് പോട്ടെ, അതിൽ പ്രത്യേകിച്ച് ക്വാണ്ടിറ്റികളൊന്നും നമ്മൾ പഠിക്കണില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് രണ്ടാമത്തെ ചാപ്റ്റർ തൊട്ട് 14ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ 13 ചാപ്റ്ററുകളിലായി ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ നോക്കണം, അതിൽ 5 ക്വാണ്ടിറ്റികൾ പഠിക്കണില്ലേ? ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ. അപ്പോൾ ആ 5 ക്വാണ്ടിറ്റികൾ നിങ്ങൾ ആരൊക്കെയാണ് അതിൽ സ്കേലാർ, ആരൊക്കെയാണ് വെക്റ്റർ, ഇതിങ്ങനെ വേർതിരിച്ച് പഠിക്കണം. കാരണം 4 ക്വാണ്ടിറ്റികൾ തന്നിട്ട് അതിൽ ആരൊക്കെ സ്കേലാർ, ആരൊക്കെ വെക്റ്റർ എന്നുള്ള ചോദ്യം എക്സാമിന് വരും. അങ്ങനെ ചോദിക്കുന്ന പതിവുണ്ട്. അപ്പോൾ അതിന് എല്ലാ ചാപ്റ്ററിലെയും സ്കേലാറും വെക്റ്ററും അറിഞ്ഞിരിക്കണം. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റികൾക്ക് എക്സാമ്പിളായി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് മാസ് പറയാം, മറ്റൊരു എക്സാമ്പിളാണ് ടൈം എന്ന് പറയുന്നത്. ഇനി മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ കണ്ട ഡിസ്റ്റൻസ് ട്രാവൽഡ്, അതേപോലെ തന്നെ നമ്മൾ സ്പീഡ്, ഇങ്ങനെ കുറേ ക്വാണ്ടിറ്റികൾ സ്കേലാറുകൾക്ക് എക്സാമ്പിളായി പറയാം. ഓക്കെ, എന്നാൽ വെക്റ്റർ ക്വാണ്ടിറ്റികൾക്ക് എക്സാമ്പിളോ, വെക്ടറുകൾക്ക് എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഈ മോഷൻ സ്ട്രെയിറ്റ് ലൈനിൽ കണ്ടതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്. അതേപോലെ വെലോസിറ്റി വെക്ടറാണ്. അതേപോലെ ആക്സിലറേഷൻ വെക്ടറാണ്.
അതേപോലെ ഫോഴ്സ്, അതേപോലെ മൊമെൻറ്റം, ഇങ്ങനെ തുടങ്ങി ധാരാളം ക്വാണ്ടിറ്റികൾ വെക്ടറുകൾക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റികൾ നമ്മൾ എഴുതി കാണിക്കുന്നത് എങ്ങനെ, വരച്ച് കാണിക്കുന്നത് എങ്ങനെ, ഇതൊന്ന് പഠിക്കണം. ഒരു ക്വാണ്ടിറ്റി വെക്ടറാണ് എന്നത് എഴുത്തിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ആ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ എഴുതുക. ഉദാഹരണത്തിന് ഒരു ക്വാണ്ടിറ്റി ഇപ്പോൾ ഫോഴ്സ് ആവട്ടെ, ഫോഴ്സിന് നമ്മൾ സാധാരണ സൂചിപ്പിക്കുന്ന ലെറ്റർ എഫ് എന്നല്ലേ. ആ ലെറ്റർ എഴുതിയിട്ട് അതിന് മുകളിൽ ഇങ്ങനെ ആരോ കൊടുക്കുക. എന്താ വായിക്കുക? എഫ് വെക്ടർ. എന്ത് വായിക്കട? എഫ് വെക്ടർ. ഇങ്ങനെ ആരോ കൊടുത്താൽ അത് വെക്ടറാണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു വെക്ടറിനെ നമ്മൾ എഴുതി കാണിക്കുക. ഇനി ആ വെക്ടറിനെ വരച്ച് കാണിക്കുന്നത് എങ്ങനെയാണ്? ഒരു വെക്ടറിനെ നമ്മൾ വരച്ച് കാണിക്കുന്ന രീതി ആരോ വരക്കുകയാണ് ചെയ്യുക. ആരോ വരക്കുക. ഇപ്പോൾ നോക്കൂ, ഞാനൊരു ബോഡി ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഈ പെന്നിത ഇങ്ങനെ വെച്ച് ഈ പെന്നിൽ ഈ ഡയറക്ഷനിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്നു എന്ന് കരുതുക. ഫോഴ്സ് 5 ന്യൂട്ടൺ ആവട്ടെ. ഞാൻ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഇങ്ങനെ ഒരു ആരോ വരച്ചു. ഓക്കെ, ഇതാണ് ആ ഫോഴ്സ് എന്ന് പറയുന്ന വെക്ടർ. ഈ വെക്ടറിൻ്റെ നീളം, ഒരു വെക്ടർ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ നീളം മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കും. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ 5 മാഗ്നിറ്റ്യൂഡ് ആകുമ്പോൾ ഞാൻ ഇത്ര ലെങ്ത്താണ് കൊടുത്തത്. എന്നാൽ ഇനി ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് വരയ്ക്കുകയാണെങ്കിലോ ഇതിൻ്റെ ഡബിൾ ലെങ്ത് കൊടുക്കണം. ലെങ്ത് സൂചിപ്പിക്കുന്നത് മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ലെങ്ത് കൂടുതലാണെങ്കിൽ, വരച്ച വെക്ടറിൻ്റെ ലെങ്ത് കൂടുതലാണെങ്കിൽ എന്ത് മനസ്സിലാക്കണം? മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്. വെക്ടറിൻ്റെ നീളം കുറവാണെങ്കിൽ എന്ത് മനസ്സിലാക്കണം? മാഗ്നിറ്റ്യൂഡ് കുറവ്. അപ്പോൾ നീളം സൂചിപ്പിക്കുന്നത് മാഗ്നിറ്റ്യൂഡിനെയാണെന്ന് മനസ്സിലാക്കുക. വെക്ടർ വരക്കാൻ തുടങ്ങുന്ന പോയിന്റിനെ വെക്ടറിൻ്റെ ടെയിൽ എന്ന് പറയും. ആൻഡ് എൻഡ് പോയിന്റിനെ വെക്ടറിൻ്റെ ഹെഡ് എന്ന് പറയും. ടെയിലും ഹെഡും. ഓക്കെ, ശരി. അപ്പോൾ ഒരു വെക്ടറിനെ എഴുതി കാണിക്കുന്ന രീതി മനസ്സിലാക്കുക, വെക്ടറിനെ വരച്ച് കാണിക്കുന്ന രീതിയും മനസ്സിലാക്കുക. ദെൻ ഒരു വെക്ടർ ആകുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ എഴുതി കാണിക്കുന്നത്, ഇപ്പോൾ എ എന്ന ഒരു വെക്ടറാണ്, വെക്ടർ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് കരുതുക. അതൊരു വെക്ടറായി അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ എഴുതി കാണിക്കുക എങ്ങനെയാണ്? ഇതാ ഇങ്ങനെ എഴുതിയതിനു ശേഷം അപ്പുറം ഇപ്പുറം 2 ലൈൻ വരയ്ക്കുക. അങ്ങനെ വരച്ചാൽ എന്താ വായിക്കുക? മോഡ് എ വെക്ടർ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എ വെക്ടർ. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ ഇനി മോഡ് എ വെക്ടർ എന്നതിന് പകരം എന്ത് മാത്രം എഴുതിയാലും മതി? എ എന്ന് മാത്രം എഴുതിയാലും മതി. ഇങ്ങനെ എഴുതിയാൽ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡിനെ മാത്രം നമ്മൾ ഇങ്ങനെ എഴുതി കാണിക്കും. സോ ആദ്യമായി മക്കൾ മനസ്സിലാക്കേണ്ടത് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്. പറടാ, എന്താ സ്കേലാർ ക്വാണ്ടിറ്റി? മാഗ്നിറ്റ്യൂഡ് മാത്രം, ഡയറക്ഷൻ ഇല്ല. എക്സാമ്പിൾ പഠിക്കാം. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. എക്സാമ്പിൾ പഠിക്കുക. വെക്ടർ ക്വാണ്ടിറ്റികളെ എഴുതി കാണിക്കുന്ന രീതി, വരച്ച് കാണിക്കുന്ന രീതി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്ന രീതി. ഓക്കെ, സെറ്റാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈപ്പ് വെക്ടറുകളെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ഇനി ചാപ്റ്ററിൽ വെക്ടറുകളെ കുറിച്ചാണ് ബാക്കി പഠിക്കുന്നത്. സ്കേലാറുകളെ കുറിച്ചുള്ള ഒരു ചർച്ചയും നമുക്കിനിയില്ല. ഓക്കെ, ഏതാനും ടൈപ്പ് വെക്ടറുകളെ ഒന്ന് പരിചയപ്പെടുകയാണ്, ശ്രദ്ധിച്ചോളൂ. ആ വെക്ടറുകളെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ സ്കേലാർ വെക്ടറിൻ്റെ ഡെഫിനിഷനും എക്സാമ്പിളും പഠിച്ചതിൽ നിന്ന് എക്സാമിന് ചോദിക്കുന്ന ചോദ്യം നോക്കണം. ഐഡൻറ്റിഫൈ ദി സ്കേലാർ ക്വാണ്ടിറ്റി ഫ്രം ദി ഫോളോയിങ് ആൾട്ടർനേറ്റീവ്സ്. ഇങ്ങനെ ചോദിക്കും. കുറേ ക്വാണ്ടിറ്റികൾ തന്നിട്ട് അതിലേതാ സ്കേലാർ, അതിലാരോ വെക്ടർ, അല്ലെങ്കിൽ ഏതൊക്കെ സ്കേലാർ, ഏതൊക്കെ വെക്ടർ, ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൽ മൊമെൻറ്റം, വർക്ക്, ടോർക്ക്, ആക്സിലറേഷൻ. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ഈ റിവിഷൻ്റെ ക്ലാസ്സുകൾ ആദ്യം മുതൽ കണ്ടുവരുന്ന മക്കളാണെങ്കിൽ ഇത് കഴിഞ്ഞുള്ള ചാപ്റ്ററുകളിൽ വല്ലാത്ത രീതിയിൽ നമ്മൾ പഠിച്ചിട്ടില്ല, കാര്യമായി ഒന്നും പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കിതിൽ മൊമെൻറ്റം അടുത്ത ചാപ്റ്ററിൽ വരുന്ന കാര്യമാണ്. അതേപോലെ ടോർക്ക് 6ാമത്തെ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. അതേപോലെ വർക്ക് 5ാമത്തെ ചാപ്റ്ററിലാണ്. ആക്സിലറേഷൻ ഒരു പക്ഷേ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ബാക്കി എല്ലാ ചാപ്റ്ററും പഠിച്ചെങ്കിലേ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മക്കൾ അറിയെങ്കിൽ പറ, മൊമെൻറ്റം എന്ത് ക്വാണ്ടിറ്റി എന്നറിയോ? മൊമെൻറ്റം വെക്ടറാണ്, ലോസ് ഓഫ് മോഷനിൽ പഠിക്കും. അതേപോലെ വർക്ക് എന്ത് ക്വാണ്ടിറ്റി? 5ാമത്തെ ചാപ്റ്ററിൽ പഠിക്കും, വർക്ക് സ്കേലാറാണ്. ടോർക്ക് 6ാമത്തെ ചാപ്റ്ററിലാണ് പഠിക്കുക, ടോർക്ക് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതേപോലെ ആക്സിലറേഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചല്ലോ, ആക്സിലറേഷൻ ആരാ പറ? വെക്ടറാണ്. അപ്പോൾ ഇക്കൂട്ടത്തിൽ ഒരാൾ മാത്രമേ സ്കേലാർ ആയിട്ടുള്ളൂ, അതാരാണടാ? വർക്ക്. ഓക്കെ, ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ടൈപ്സ് ഓഫ് വെക്ടറിലേക്ക് കടക്കാം, ശ്രദ്ധിച്ചോളൂ. 4 തരം വെക്ടറുകളെ നിർബന്ധമായും മക്കൾ അറിഞ്ഞിരിക്കണം. 1 ഈക്വൽ വെക്ടേഴ്സ്, 2 ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് വെക്ടേഴ്സ്. ആർക്കട? ഈക്വൽ വെക്ടേഴ്സ്, ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് വെക്ടേഴ്സ്. ഇതിൽ ഈക്വൽ വെക്ടേഴ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പബ്ലിക് എക്സാമിന് ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ച ചോദ്യം. ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്തല്ല, അതൊന്നുമല്ല. ശരി,
ഈക്വൽ വെക്റ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് വെക്റ്ററുകൾ സെയിം മാഗ്നിറ്റ്യൂഡ് സെയിം ഡയറക്ഷൻ, അപ്പോൾ ഈക്വലായി. രണ്ട് വെക്റ്ററുകൾക്ക് ഒരേ മാഗ്നിറ്റ്യൂഡ് ഒരേ ഡയറക്ഷൻ, അപ്പോൾ അവർ ഈക്വലായി. എന്നാൽ ഓപ്പോസിറ്റ് വെക്റ്റർ പറഞ്ഞാലോ സെയിം മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈക്വൽ വെക്റ്റേഴ്സ് എന്താ പറയുക, സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനും. ദ ബോർഡിൽ വരച്ചിട്ടുണ്ട് രണ്ട് വെക്റ്ററുകൾ. ഈ വെക്റ്ററിന് ഞാൻ പേരിടുകയാണ്. ഇത് എ എന്ന വെക്റ്റർ, ഇത് ബി എന്ന വെക്റ്റർ. ഇവൻ്റെ മാഗ്നിറ്റ്യൂഡ് 8, ഇവൻ്റെ മാഗ്നിറ്റ്യൂഡും 8. എങ്ങനെ മനസ്സിലായി? രണ്ടിനും ഒരേ നീളമാണ് കൊടുത്തത്. നീളം മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരേ നീളമാണെങ്കിൽ ഒരേ മാഗ്നിറ്റ്യൂഡ്. ദ ആരോ മാർക്ക് നോക്ക്, ഒരേ ഡയറക്ഷൻ, സെയിം മാഗ്നിറ്റ്യൂഡ് സെയിം ഡയറക്ഷൻ, രണ്ട് വെക്റ്റേഴ്സ് ഈക്വൽ. ഒരുപാട് തവണ പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യം എന്താണ് ഈക്വൽ വെക്റ്റേഴ്സ്, എപ്പോഴാണ് രണ്ട് വെക്റ്ററുകൾ ഈക്വൽ ആകുക, എന്താണ് രണ്ട് വെക്റ്ററുകൾ ഈക്വൽ ആകാനുള്ള കണ്ടീഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. സെയിം മാഗ്നിറ്റ്യൂഡ് സെയിം ഡയറക്ഷൻ. എന്നാൽ ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരേ മാഗ്നിറ്റ്യൂഡ് നോക്കടാ, രണ്ട് വെക്റ്ററുകൾക്കും ഒരേ ലെങ്ത് അല്ലേ കൊടുത്തിരിക്കുന്നത്. സോ സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ നെഗറ്റീവ് വെക്റ്റർ എന്നും പറയും. എ വെക്റ്ററിൻ്റെ നെഗറ്റീവ് വെക്റ്ററാണ് ബി വെക്റ്റർ. തിരിച്ചും പറയാം, ബി വെക്റ്ററിൻ്റെ നെഗറ്റീവ് വെക്റ്ററാണ് എ വെക്റ്റർ. സോ മറക്കരുത്, ഈക്വൽ വെക്റ്റേഴ്സ് ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട അടുത്ത ഒരു ടൈപ്പ് വെക്റ്ററാണ് യൂണിറ്റ് വെക്റ്റർ. എന്താണ് യൂണിറ്റ് വെക്റ്റർ? യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്റ്ററാണ്. മാഗ്നിറ്റ്യൂഡ് 1 ആവുക, യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽസ് 1. ഓക്കെ, ഒരു വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആവുക. ആ വെക്റ്റർ നമ്മൾ ഒരു ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുക. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവും. നമുക്ക് എന്തിനാണ് യൂണിറ്റ് വെക്റ്റർ ഉപയോഗിക്കുന്നത് എന്ന് വഴിയെ പഠിക്കാം. ഇപ്പോൾ മനസ്സിലാക്കുക, എല്ലാ യൂണിറ്റ് വെക്റ്ററുകളുടെയും മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? യൂണിറ്റി 1 ആണ്. മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്റ്ററുകളാണ് യൂണിറ്റ് വെക്റ്ററുകൾ. അത് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്ന വെക്റ്ററുകളാണ്. തൽക്കാലം മാഗ്നിറ്റ്യൂഡ് 1 എന്ന് മാത്രം പഠിക്കുക. യൂണിറ്റ് വെക്റ്ററുകളെ നമ്മൾ എഴുതുന്നത് സാധാരണ വെക്റ്ററുകളെ എഴുതുന്നത് പോലെയല്ല. സാധാരണ ഒരു വെക്റ്റർ എഴുതാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആ ലെറ്റർ എഴുതിയിട്ട് മുകളിൽ ഇങ്ങനെ ആരോ ഇടുന്നല്ലേ പറഞ്ഞത്. എന്നാൽ യൂണിറ്റ് വെക്റ്റർ അങ്ങനെയല്ല. യൂണിറ്റ് വെക്റ്റർ നമ്മൾ ലെറ്റർ എഴുതിയതിന് ശേഷം മുകളിൽ ഇങ്ങനെ ഒരു ചിഹ്നിടും. എന്താ വായിക്കേണ്ടതെന്ന് അറിയൂ? എ ക്യാപ്പ് എന്നാണ് വായിക്കേണ്ടത്. എന്താ വായിക്കേണ്ടത്? എ ക്യാപ്പ്. ഇങ്ങനെ ക്യാപ്പ് എന്ന ചിഹ്നമിട്ട വെക്റ്ററുകളെ ആരായിട്ട് പരിഗണിക്കണം? യൂണിറ്റ് വെക്റ്റർ. മറക്കരുത്, എ ക്യാപ്പ്, ബി ക്യാപ്പ്, സി ക്യാപ്പ്. ഇങ്ങനെ ഈ ക്യാപ്പ് എന്ന ചിഹ്നമിട്ട് കണ്ടാൽ മക്കൾ മറക്കരുത്, അത് യൂണിറ്റ് വെക്റ്ററാണ്. മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇനിയുള്ള ചർച്ചകളിലൊക്കെ കൂടുതലായും കാണുന്ന 3 യൂണിറ്റ് വെക്റ്ററുകളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയുന്നത്? ഐ ക്യാപ്പ്, ജെ ക്യാപ്പ് ആൻഡ് കെ ക്യാപ്പ്. നോക്കണം, 3 യൂണിറ്റ് വെക്റ്ററുകൾ. ഐ ക്യാപ്പ്, സ്മോൾ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ ജെ, സ്മോൾ ലെറ്റർ കെ. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാലും ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാലും കെ ക്യാപ്പ് എന്ന് പറഞ്ഞാലും ക്യാപ്പ് ഉണ്ട്, യൂണിറ്റ് വെക്റ്ററാണ്, മാഗ്നിറ്റ്യൂഡ് 1 ആണ്. എന്നാൽ ഡയറക്ഷനോ? ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ എക്സ് ആക്സിസ്, ജെ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ വൈ ആക്സിസ്, കെ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ സെഡ് ആക്സിസ്. ഐ ക്യാപ്പ് എക്സ് ആക്സിസ്, ജെ ക്യാപ്പ് വൈ ആക്സിസ്, കെ ക്യാപ്പ് സെഡ് ആക്സിസ്. ഈ 3 യൂണിറ്റ് വെക്റ്ററുകളെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണടാ ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. പബ്ലിക് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്? ആരൊക്കെയാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്? പറ മക്കളെ. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ് ആൻഡ് കെ ക്യാപ്പ്. ഓക്കെ, സോ യൂണിറ്റ് വെക്റ്റർ എന്താണ്? മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ക്യാപ്പ് ഇട്ടിട്ടാ കാണിക്കുക. 3 യൂണിറ്റ് വെക്റ്ററുകൾ നിർബന്ധമായി അറിഞ്ഞിരിക്കുക. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. അവരെ കളക്റ്റീവ്ലി കോൾഡ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. അവസാനമായി ഒരു ടൈപ്പ് വെക്റ്റർ കൂടി, അതാരാ പറ? സീറോ വെക്റ്റർ അല്ലെങ്കിൽ നൾ വെക്റ്റർ. സീറോ വെക്റ്റർ അല്ലെങ്കിൽ നൾ വെക്റ്ററിനെ എഴുതി കാണിക്കുക 0 എന്ന് എഴുതിയിട്ട് മുകളിൽ ആരോ വരച്ചിട്ടാണ്. പബ്ലിക് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഒന്നല്ല പലത് വന്ന ചോദ്യം, പലത് വന്ന ആ ഒരു വെക്റ്ററാണ് സീറോ വെക്റ്റർ. എന്താ സീറോ വെക്റ്റർ? മാഗ്നിറ്റ്യൂഡ് 0, നോ സ്പെസിഫിക് ഡയറക്ഷൻ. ഒരു വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. ഏതാ ഡയറക്ഷൻ? അങ്ങനെ കൃത്യമായൊരു ഡയറക്ഷൻ ഒന്നുമില്ല. നോ സ്പെസിഫിക് ഡയറക്ഷൻ എന്നോ ആർബിട്രറി ഡയറക്ഷൻ എന്നൊക്കെ പറയാം. കൃത്യമായ ഡയറക്ഷൻ ഇല്ല. മാഗ്നിറ്റ്യൂഡ് 0, മാഗ്നിറ്റ്യൂഡും ഇല്ല. അങ്ങനെ ഒരു വെക്റ്റർ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതെ, നമുക്ക് അങ്ങനെ ഒരു വെക്റ്റർ ചില സന്ദർഭങ്ങളിൽ പറയേണ്ടി വരും. ഇപ്പോൾ ഈ പെന്ന് എൻ്റെ കയ്യിൽ റെസ്റ്റിലിരിക്കുകയാണ്. ഈ റെസ്റ്റിലിരിക്കുന്ന പേനയുടെ വെലോസിറ്റി എത്ര? വെലോസിറ്റി ഒരു വെക്റ്റർ അല്ലേ? അതെ.
ഈ റെസ്റ്റിലിരിക്കുന്ന പെന്നിൻ്റെ വെലോസിറ്റി എത്ര? മാഗ്നിറ്റ്യൂഡ് 0. ഏതാ ഡയറക്ഷൻ? നോ ഡയറക്ഷൻ. അപ്പോൾ ഇവൻ്റെ വെലോസിറ്റി 0 വെക്റ്റർ. ഓക്കെ, അതേപോലെ ഒരേ വെലോസിറ്റിയിൽ പോവുകയാണെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവും? ഇല്ല. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ബോഡിയുടെ ആക്സിലറേഷൻ 0 വെക്റ്റർ. ഈ പെന്നെടുത്ത് ഞാൻ മേലോട്ട് എറിഞ്ഞു. മേലോട്ട് പോകും തോറും വെലോസിറ്റി കുറഞ്ഞ് ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി എന്താ കൂടെ? 0. അപ്പോൾ ടോപ്പിലെത്തുന്ന സമയത്തെ വെലോസിറ്റി 0 വെക്റ്റർ. അപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 0 വെക്റ്റർ എന്ന് പറഞ്ഞാൽ 0 മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആർബിട്രറി ഡയറക്ഷൻ, സാങ്കല്പിക ഡയറക്ഷൻ, അല്ലെങ്കിൽ നോ ഡയറക്ഷൻ, അങ്ങനെ പഠിച്ചാൽ മതി. 0 മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. അപ്പോൾ എക്സാമ്പിൾ ഒന്ന് ഓർത്തു വെക്കുക. 0 വെക്റ്ററിൻ്റെ പ്രാധാന്യമൊക്കെ ചോദിച്ചാൽ നമുക്കൊരു എക്സാമ്പിളൊക്കെ എഴുതിയാൽ നന്നാവും. എന്താ എക്സാമ്പിൾ പറ? ഒരു റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ്, സ്റ്റേഷനറി ഒബ്ജക്റ്റ് പറഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ്. ആ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി, അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റോ വെലോസിറ്റിയോ ഏത് വേണമെങ്കിൽ പറയാം. റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് കരുതുക? 0 വെക്റ്റർ. ഇനി എക്സാമിന് ചോദിച്ച ചോദ്യമുണ്ട്, എന്താണ് 0 വെക്റ്റർ എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. 0 വെക്റ്ററിന് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. 0 വെക്റ്ററിൻ്റെ 2 പ്രോപ്പർട്ടീസ് എഴുതുക എന്ന ചോദ്യം എക്സാമിന് വന്നിട്ടുണ്ട്. 0 വെക്റ്ററിൻ്റെ പ്രോപ്പർട്ടീസ് 2 എണ്ണമൊക്കെ എഴുതാൻ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എഴുതണം. എന്താ 0 വെക്റ്ററിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കോളൂ. ഒന്ന്, എ എന്ന വെക്റ്ററിൻ്റെ കൂടെ 0 വെക്റ്റർ ആഡ് ചെയ്താൽ ആൻസർ എ വെക്റ്റർ. ഓക്കെ, എ എന്ന വെക്റ്ററിൽ നിന്ന് 0 വെക്റ്റർ മൈനസ് ചെയ്താൽ ആൻസർ എ വെക്റ്റർ. സോ 4 ടൈപ്പ് വെക്റ്ററുകളെ മക്കൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? ഈക്വൽ വെക്റ്റേഴ്സ്, ഞാൻ ഇനി കാണിക്കണോ? ഈക്വൽ വെക്റ്റേഴ്സ്, ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് വെക്റ്റേഴ്സ്, ദെൻ യൂണിറ്റ് വെക്റ്റർ, അതോടൊപ്പം 0 വെക്റ്റർ. ഓക്കെ, സോ വെക്റ്റർ എന്താണ്, സ്കേലാർ എന്താണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി 4 തരം വെക്റ്ററുകളെയും പരിചയപ്പെട്ട് സെറ്റായി കഴിഞ്ഞെങ്കിൽ നമുക്ക് വെക്റ്ററുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കടക്കാം. വെക്റ്ററുകളെ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക? നമുക്ക് വെക്റ്ററുകളെ പലപ്പോഴും ആഡ് ചെയ്യേണ്ടി വരാറില്ലേ? ഇപ്പം ഞാനൊരു ബോഡിയിൽ ഒരു ഫോഴ്സ് കൊടുത്തു, ആ ഫോഴ്സ് 5 ന്യൂട്ടൺ. അതേസമയം ആ ബോഡിയിൽ വേറൊരു ഫോഴ്സ് കൊടുത്താലോ? ഒരു ബോഡിയിൽ ഒരേ സമയം 2 ഫോഴ്സുകൾ, 3 ഫോഴ്സുകൾ. അപ്പോൾ ആ ഫോഴ്സുകളെല്ലാം ആഡ് ചെയ്താലല്ലേ ആ ബോഡിയിലെ ടോട്ടൽ ഫോഴ്സ് കിട്ടുള്ളൂ. എങ്ങനെയാണ് ഫോഴ്സുകൾ ആഡ് ചെയ്യേണ്ടത്? 2 നമ്പർ ചുമ്മാ ആഡ് ചെയ്യുന്നത് പോലെയാണോ ഫോഴ്സുകൾ ആഡ് ചെയ്യേണ്ടത്? അല്ല. വെക്റ്ററുകൾ ആഡ് ചെയ്യുന്നതിന് ചില നിയമങ്ങളുണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട്, ചില രീതികളുണ്ട്, ചില മാർഗങ്ങളുണ്ട്. ആ മെത്തേഡ് പഠിക്കണം. വെക്റ്ററുകളെ ആഡ് ചെയ്യേണ്ടത് എങ്ങനെ? വെറുതെ 2 നമ്പർ ആഡ് ചെയ്യുന്നത് പോലെയല്ല വെക്റ്ററുകളെ ആഡ് ചെയ്യേണ്ടത്. അതിൻ്റെ നിയമവശങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. എന്താണ് വെക്റ്റർ അഡീഷൻ എന്നുള്ള ടോപ്പിക്കിൽ ആദ്യം പഠിക്കുന്നത്? 2 വെക്റ്ററുകൾ ഒരേ ഡയറക്ഷനിലാണ് എന്ന് കരുത്. വെക്റ്റേഴ്സ് ഇൻ ദി സെയിം ഡയറക്ഷൻ. തീറ്റ ഈക്വൽ 0 എന്ന് എഴുതിയിട്ടുണ്ട്, അത് തൽക്കാലം മൈൻഡ് ചെയ്യണമെന്നില്ല. 2 വെക്റ്ററുകൾ ഒരേ ഡയറക്ഷനിലാണ് എന്ന് കരുത്. ഞാൻ വരക്കാം. ഒന്നാമത്തെ വെക്റ്റർ ഇതാ ഇങ്ങനെ വരച്ചു. വെക്റ്ററിൻ്റെ പേര് എ, വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണെന്ന് കരുത്. ഇതിൻ്റെ കൂടെ എനിക്ക് മറ്റൊരു വെക്റ്റർ ആഡ് ചെയ്യണം. ആ വെക്റ്ററിൻ്റെ പേര് ബി. ആദ്യത്തെ വെക്റ്ററിൻ്റെ അത്ര ലെങ്ത് കൊടുത്തിട്ടുണ്ടോ രണ്ടാമത്തെ വെക്റ്ററിന്? ഇല്ല. വെക്റ്ററിന് നീളം കുറവാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കുറവാണെന്നല്ലേ അർത്ഥം. ഇവൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണെങ്കിൽ ഇവൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരു 3 ആണ്. 2 വെക്റ്ററുകൾ ഒരേ ഡയറക്ഷൻ. ഈ 2 വെക്റ്ററുകൾ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ, ആ ആൻസർ ആകുന്ന വെക്റ്ററിന് നമ്മൾ പറയുന്ന പേര് റിസൾട്ടൻ്റ് വെക്റ്റർ എന്നാണ്. പറഞ്ഞാൽ എന്താ? റിസൾട്ടൻ്റ് വെക്റ്റർ. ആ റിസൾട്ടൻ്റ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെരി വെരി സിമ്പിൾ, 5 3 8. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് 8, അതേ ഡയറക്ഷൻ. ഇതാണ് റിസൾട്ടൻ്റ് വെക്റ്റർ. സിമ്പിളാണ്. 2 വെക്റ്ററുകൾ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നിറ്റ്യൂഡുകൾ ആഡ് ചെയ്യുക, അതേ ഡയറക്ഷൻ കൊടുക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, 5 3 8 ഒരേ ഡയറക്ഷനിലാണെങ്കിൽ 2 കൂടി ആഡ് ചെയ്യുക, സെയിം ഡയറക്ഷൻ, അത്രേ ഉള്ളൂ. എന്നാൽ 2 വെക്റ്ററുകൾ ഓപ്പോസിറ്റ് ആണെങ്കിലോ? 2 വെക്റ്ററുകൾ ഓപ്പോസിറ്റ് നോക്കിക്കോളൂ. എ എന്ന വെക്റ്റർ ഞാൻ ഇതാ വരച്ചു. എ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ്. ഇതിൻ്റെ കൂടെ ഞാൻ ബി എന്ന വെക്റ്റർ ആഡ് ചെയ്യുന്നു. ബി വെക്റ്ററിന് ഞാൻ നീളം വളരെ കുറച്ചിരിക്കുകയാണ്. എത്ര? ബി വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2 ആണെന്ന് കരുതുക. സോ എ വെക്റ്റർ അങ്ങോട്ട് 5 മാഗ്നിറ്റ്യൂഡ്, ബി വെക്റ്റർ ഇങ്ങോട്ട് എത്ര മാഗ്നിറ്റ്യൂഡ്? 2. എത്ര റിസൾട്ടൻ്റ്? അങ്ങോട്ട് 5ഉം ഇങ്ങോട്ട് 2ഉം. 5ഉം 2ഉം 7 എന്ന നിയമം ഇവിടെ ബാധകമല്ല. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങോട്ട് 5ഉം ഇങ്ങോട്ട് 2ഉം ആണെങ്കിൽ റിസൾട്ടൻ്റ് എത്ര വരികയെന്നറിയോ? 3. എങ്ങനെ 3? വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യണം. വലിയ മാഗ്നിറ്റ്യൂഡിൽ നിന്ന് ചെറിയ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എന്നിട്ട് വലുതിൻ്റെ ഡയറക്ഷൻ കൊടുക്കണം. അതായത് 5ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 3 അല്ലേ ആൻസർ.
എന്നിട്ട് വലിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ആരാ വലിയ വെക്ടർ? എ വെക്ടർ. സോ എ വെക്ടറിൻ്റെ ഡയറക്ഷൻ കൊടുക്കുക. ഇതാണ് റിസൾട്ടൻ. സോ മക്കൾ മറക്കരുത്, രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യുക, അതേ ഡയറക്ഷൻ കൊടുക്കുക. എന്നാൽ രണ്ട് വെക്ടറുകൾ ഓപ്പോസിറ്റ് ആണെങ്കിലോ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്ത് വലുതിൻ്റെ ഡയറക്ഷൻ കൊടുക്കണം. എന്നാൽ രണ്ടും ഈക്വലും ഓപ്പോസിറ്റും ആണെങ്കിലോ, അതായത് എ വെക്ടർ എന്നത് ഇങ്ങോട്ട് നോക്കണം, എ വെക്ടർ ഇതാ അങ്ങോട്ടാണ്, മാഗ്നിറ്റ്യൂഡ് 8 കരുതുക. ബി വെക്ടർ ഇങ്ങോട്ട്, അതിൻ്റെയും മാഗ്നിറ്റ്യൂഡ് 8 കരുതിക്കോളൂ. ഈക്വലും ഓപ്പോസിറ്റും. അപ്പോൾ വലുതെന്ന് ചെറുത് കുറയ്ക്കാനില്ല. 8 - 8 എന്ന് പറയുമ്പോൾ 0. ഇതിൻ്റെ ആൻസർ എന്തായി വരും? 0 വെക്ടർ. ഓക്കെ. സോ വെക്ടർ അഡീഷൻ്റെ രണ്ട് നിയമങ്ങൾ പറഞ്ഞു. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മറക്കരുത്, വെക്ടർ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യുക, അതേ ഡയറക്ഷൻ കൊടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലോ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ഡയറക്ഷൻ കൊടുക്കുക. എന്നാൽ ഇനി സെയിം ഡയറക്ഷനുമല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനുമല്ല, അങ്ങനെ ഒരു കേസ് വന്നാലോ അവിടെ നമ്മൾ നന്നായി ശ്രദ്ധിച്ചു പഠിക്കണം. പബ്ലിക് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരാൻ പോവുകയാണ്. സെയിം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒന്നും അങ്ങനെ എക്സാമിന് പ്രത്യേകം എടുത്ത് ചോദിക്കുന്ന പതിവില്ല. എന്നാൽ സെയിം ഡയറക്ഷനുമല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനുമല്ല അല്ലാത്ത ഒരു രീതിയിൽ വന്നാൽ അവിടെ നിങ്ങൾ രണ്ട് വെക്ടറുകളുടെ ആഡ് ചെയ്ത് റിസൾട്ടൻ്റ് വരക്കേണ്ടതെങ്ങനെ വരക്കാൻ പഠിക്കണം. ഓക്കെ, ആ നിയമവശങ്ങളിലേക്ക് കിടക്കണം. നന്നായി ശ്രദ്ധിക്കണം, നോക്കിക്കോളൂ. നോക്കണം, വെക്ടേഴ്സ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ. ആ ഹെഡിങ് വിഷയാക്കണ്ട. സെയിം ഡയറക്ഷനും അല്ല ഓപ്പോസിറ്റും അല്ല എന്നേ അർത്ഥമുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു വെക്ടർ ഇങ്ങനെ, ഉദാഹരണം പറയാം, ഇതാ ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ടെന്ന് കരുതുക. അതേപോലെ ഇത് എ വെക്ടർ എന്ന് പേര് വിളിച്ചു, ഇത് ബി എന്ന വെക്ടറാണ് എന്നും കരുതിക്കോളൂ. ഈ രണ്ട് വെക്ടറുകളെ എനിക്ക് ആഡ് ചെയ്യണം. നിങ്ങൾ പറ, ഈ രണ്ട് വെക്ടറുകൾ സെയിം ഡയറക്ഷൻ ആണോ? അല്ല. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ? അല്ല. ഇവരെ ആഡ് ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡുകളുണ്ട്. അതിലൊന്നാണ് ട്രയാങ്കിൾ മെത്തേഡ് അല്ലെങ്കിൽ ട്രയാങ്കിൾ ലോ. ഇനി ഇതേ രണ്ട് വെക്ടറുകളെ ആഡ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് പാരലലോഗ്രാം ലോ അല്ലെങ്കിൽ പാരലലോഗ്രാം മെത്തേഡ്. സോ സെയിം ഡയറക്ഷനുമല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനുമല്ലാതെ രണ്ട് വെക്ടറുകൾ വന്നാൽ അവരെ ആഡ് ചെയ്യാൻ രണ്ട് മെത്തേഡുകൾ. ഏതാണോ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എക്സാമിന് ട്രയാങ്കിൾ ലോ എഴുതാൻ പറഞ്ഞാൽ അത് എഴുതാൻ അറിയണം, പാരലലോഗ്രാം ലോ എഴുതാൻ പറഞ്ഞാൽ അത് എഴുതാനും അറിയണം. ഓക്കെ, പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യാം. പക്ഷേ ട്രയാങ്കിൾ ലോ എന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ പാരലലോഗ്രാം ലോ എഴുതിയാൽ മാർക്ക് കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ട് ലോയും വൃത്തിയായി ഭംഗിയായി വരയ്ക്കാനും എഴുതാനും മക്കൾ പഠിച്ചിരിക്കണം. ആദ്യം നമുക്ക് ഏത് ലോ നോക്കാം? ട്രയാങ്കിൾ ലോ. രണ്ടും ഒരേ ആൻസർ കിട്ടുന്ന രണ്ട് വ്യത്യസ്ത മെത്തേഡുകൾ. എന്താണ് ട്രയാങ്കിൾ ലോ? നോക്കിക്കോളൂ. ട്രയാങ്കിൾ ലോ ആദ്യം പറയാം. ഓക്കെ, എന്താണ് ട്രയാങ്കിൾ ലോ? നിങ്ങൾ ട്രയാങ്കിൾ ലോ പ്രകാരം ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചിത്രം വരക്കേണ്ടത് എന്ന് ആദ്യം പറയാം. നോക്കിക്കോളൂ, ഞാൻ സിമ്പിളായിട്ട് പറയാം. ഫസ്റ്റ് വെക്ടറിന് നമ്മൾ അതേപോലെ വരച്ചു. ദ എ വെക്ടർ ഞാൻ അതേപോലെ വരച്ചു. എന്നിട്ട് ഞാൻ സെക്കൻഡ് വെക്ടറിനെ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് വെക്ടറിനോട് ചേർത്തി വരയ്ക്കുകയാണ്. എങ്ങനെ? ഒന്നാമത്തെ വെക്ടറിൻ്റെ ഹെഡല്ലേ ഇതല്ലേ ഹെഡ്. ഓക്കെ, ഒന്നാമത്തവൻ്റെ ഹെഡിൽ രണ്ടാമത്തവൻ്റെ ടെയിൽ വരുന്ന രീതിയിൽ, ഒന്നാമത്തവൻ്റെ ഹെഡിൽ രണ്ടാമത്തവൻ്റെ ടെയിൽ വരുന്ന രീതിയിൽ ഞാൻ ബി വെക്ടറിനെ രണ്ടാമത്തവനെ ഒന്നാമത്തവനോട് ചേർത്തി വരച്ചു. എങ്ങനെ നോക്ക്? ഒന്നാമത്തവൻ്റെ ഹെഡിലല്ലേ രണ്ടാമത്തവൻ്റെ ടെയിൽ, ആ രീതിയിൽ യോജിപ്പിച്ച് വരച്ചു. ഫസ്റ്റ് വെക്ടർ അതേപടി വരച്ചു. ആ ഒന്നാമത്തവൻ്റെ ഹെഡിൽ രണ്ടാമത്തവൻ്റെ ടെയിൽ വരുന്ന രീതിയിൽ ചേർത്തി വരച്ചു. ഇത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളെ പോലെ കരുതുക. ഒരു ത്രികോണത്തിൻ്റെ അടുത്തടുത്ത സൈഡുകളെ പോലെ, അഡ്ജസൻറ്റ് സൈഡുകളെ പോലെ സങ്കല്പിക്കുക. ഓക്കെ, നോക്കണം. ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകൾ ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ ഈ രണ്ട് സൈഡുകൾ വരച്ച ആ രണ്ട് വെക്ടറുകളുടെയും ഹെഡും ടെയിലും നോക്കി നോക്കും. ഇത് ടെയില് ഹെഡ്, രണ്ടാമത്തവൻ്റെ ടെയില് ഹെഡ്, ടെയില് ഹെഡ്, ടെയില് ഹെഡ്, ടെയില് ഹെഡ്. ഇങ്ങനെ നമ്മൾ വെക്ടറുകളെ ചേർത്തി വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ? ആദ്യത്തെ വെക്ടറിൻ്റെ ടെയില് ഹെഡ്, രണ്ടാമത്തവൻ്റെ ടെയില് ഹെഡ്, ടെയില് ഹെഡ്. ഇങ്ങനെ വരയ്ക്കുന്നതിനെ സെയിം ഓർഡറിൽ വരയ്ക്കുക എന്നാണ് പറയാം. എന്ത്? സെയിം ഓർഡർ. സോ ഫസ്റ്റായി നമ്മൾ ചെയ്തത് രണ്ട് വെക്ടറുകളെയും നമ്മൾ എന്ത് ചെയ്യാണ്? സെയിം ഓർഡറിൽ വരച്ചു. എന്താ സെയിം ഓർഡർ? ഒരാളുടെ ഹെഡിൽ മറ്റയാളുടെ ടെയിൽ. അപ്പോൾ എന്താ ഓർഡർ പറയാം? ടെയില് ഹെഡ്, ടെയില് ഹെഡ്. ഇങ്ങനെ വരച്ചതിന് ശേഷം ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ് ശ്രദ്ധിക്കണേ. ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ് റിവേഴ്സ് ഓർഡറിൽ വരയ്ക്കുക. ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ് ഇങ്ങനെ വരച്ചു.
ഇനി എന്ത് ഓർഡർ എന്നാ പറഞ്ഞത്? സെയിം ഓർഡർ അല്ല, റിവേഴ്സ് ഓർഡർ. സെയിം ഓർഡർ ആണെങ്കിൽ എന്താ പറയുക? ടെയില് ഹെഡ്, ടെയില് ഹെഡ്, ടെയില് ഹെഡ്. ആരോ മാർക്ക് താഴോട്ടല്ലേ ഇടേണ്ടത് സെയിം ഓർഡർ ആണെങ്കിൽ. എന്നാൽ മൂന്നാമത്തെ സൈഡ് സെയിം ഓർഡറിലല്ല, റിവേഴ്സ് ഓർഡർ. ഏതാ റിവേഴ്സ് ഓർഡർ? പറ. ടെയില് ഹെഡ്, ടെയില് ഹെഡ്, ഹെഡ് ടെയില്. മൂന്നാമത്തെ സൈഡ് റിവേഴ്സ് ഓർഡർ. അങ്ങനെ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടൂടെ? നമുക്ക് റിസൾട്ടൻ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് ട്രയാങ്കിൾ മെത്തേഡിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറ. ആദ്യം രണ്ട് വെക്ടറുകളെ സെയിം ഓർഡറിൽ വരയ്ക്കുക. ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സായി കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് റിവേഴ്സ് ഓർഡറിൽ വരച്ചാൽ റിസൾട്ടൻ്റ്. എന്താ റിസൾട്ടൻ്റ്? എ വെക്ടർ പ്ലസ് ബി വെക്ടർ അഡീഷൻ. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്ക്. ഇതാ ഇങ്ങനെ ഒരു വെക്ടർ. ഓക്കെ, നോക്ക്, ശ്രദ്ധിക്കണേ. രണ്ട് വെക്ടറുകൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇതാ ഇങ്ങനൊരു വെക്ടർ. ഈ വെക്ടറിൻ്റെ പേര് ഞാൻ പി എന്ന് എഴുതി. ദെൻ അത് കഴിഞ്ഞ് ഇങ്ങനൊരു വെക്ടർ ക്യൂ. എങ്ങനെയാണ് ഈ രണ്ട് വെക്ടറുകൾ ട്രയാങ്കിൾ മെത്തേഡിൽ ആഡ് ചെയ്യുക പറ. ആദ്യം ഇതിനെ സെയിം ഓർഡറിൽ ഒന്നാമത്തെ വെക്ടർ അതേപോലെ വരച്ചു. എന്നിട്ട് രണ്ടാമത്തവൻ്റെ ടെയില് ഒന്നാമത്തവൻ്റെ ഹെഡിൽ കൊണ്ടുപോയി, രണ്ടാമത്തവൻ്റെ ടെയിൽ ഇങ്ങനെ വരച്ചു. പി ക്യൂ വെക്ടർ ഇങ്ങനെ. ഓക്കെ, ക്യൂ വെക്ടർ ഈ രീതിയിൽ വരച്ചു. ഇപ്പോൾ രണ്ട് വെക്ടറുകൾ സെയിം ഓർഡറിലായില്ലേ? ഓക്കെ, ടെയില് ഹെഡ്, ടെയില് ഹെഡ്. എന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ് റിവേഴ്സ് ഓർഡറിൽ വരയ്ക്കുക. റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പോൾ ആരോ മാർക്ക് താഴോട്ട്. ഇതായിരിക്കും റിസൾട്ട്. ഈ കാര്യം സിമ്പിളായിട്ടുള്ള സെൻറ്റൻസിൽ അങ്ങ് എഴുതുക. ഇവിടെ വൃത്തിക്ക് വലിയൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റൻസ് അതേപോലെ പഠിക്കാൻ കഴിയുമെങ്കിൽ നന്നായി. ഇനി അതല്ല അങ്ങനെ പഠിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ സിമ്പിളായി ചില കാര്യങ്ങൾ പറയട്ടെ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന സിമ്പിൾ സെൻറ്റൻസ് ഒന്ന് നോട്ട് ചെയ്യൂ. എന്താണ് ട്രയാങ്കിൾ? എക്സാമിന് എന്താ ചോദിക്കാന്ന് വെച്ചാൽ ട്രയാങ്കിളിലോ ഡയഗ്രം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. സ്റ്റേറ്റ് ട്രയാങ്കിളിലോ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡയഗ്രം, നീറ്റ് ഫിഗർ, ഇങ്ങനെയൊക്കെ തരും. അപ്പോൾ ഒരു ഡയഗ്രം വരയ്ക്കാൻ, എക്സാമ്പിളായിട്ടൊരു ചിത്രം വരയ്ക്കാൻ അറിയണം. ചിത്രത്തിൽ ആരോ മാർക്ക് പ്രധാനമാണല്ലോ, മറക്കരുത്. അതേപോലെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനും പറയണം. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒന്ന് വായിക്കാം. ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ taken in the same order, then the third side or closing side of the triangle taken in the opposite order represent the resultant in magnitude and direction. വലിയ സെൻറ്റൻസ്, സിമ്പിളായി പറയട്ടെ. ഇങ്ങനെ പഠിക്കാൻ കഴിയുമെങ്കിൽ പഠിച്ചോളൂ, പക്ഷെ സിമ്പിളായി പറയാം, ശ്രദ്ധിച്ചോളൂ. കൺസിഡർ ടു വെക്ടേഴ്സ് ഇൻ ദി സെയിം ഓർഡർ ആസ് ദി അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. എങ്ങനെ? കൺസിഡർ ദി ടു വെക്ടേഴ്സ് ഇൻ ദി സെയിം ഓർഡർ as the adjacent sides of a triangle. Okay, then take the third side in reverse order. Take the third side of triangle in reverse order. It will be the resultant. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസിൽ എഴുതിയാലും മതി. ഓക്കെ, കൺസിഡർ ദ ടു വെക്ടേഴ്സ് ഇൻ ദി സെയിം ഓർഡർ ആസ് ദി സൈഡ്സ് ഓഫ് അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഓക്കെ, ടേക്ക് ദി തേർഡ് സൈഡ് ഇൻ റിവേഴ്സ് ഓർഡർ. ഇറ്റ് വിൽ ബി ദി റിസൾട്ടൻറ്റ്. അത് മതി. ഓക്കെ, വീഡിയോ പോസ് ചെയ്ത് എഴുതി വെക്കുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. എക്സാമ്പിളായി ഡയഗ്രം വരക്കാനും പഠിക്കണം. ട്രയാങ്കിളിലോ സെറ്റായി എന്ന് വിചാരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് പാരലലോഗ്രാം ലോയിലേക്ക് വരാം. എന്താണ് പാരലലോഗ്രാം ലോ? ഇതേപോലെ രണ്ട് വെക്ടറുകളെ ആഡ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് പാരലലോഗ്രാം ലോ. ആദ്യം പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? സമാന്തരികം എന്ന് മലയാളത്തിൽ പറയും. 4 സൈഡുകളുള്ള ഒരു രൂപമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ ഈക്വലും ആയിരിക്കും, പാരലലും ആയിരിക്കും. എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായിട്ടുള്ള ഒരു ചതുർഭുജം, മലയാളം മീഡിയംകാർക്ക് വേണ്ടി പറഞ്ഞതാണ്. 4 സൈഡുകൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലുമാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയൂടാ? പാരലലോഗ്രാം എന്ന് പറയും. രണ്ട് വെക്ടറുകളെ ആഡ് ചെയ്യാനുള്ള പാരലലോഗ്രാം ലോ എങ്ങനെയാണ് നമുക്ക് പഠിക്കാം. നോക്കണം. ഒന്നാമത്തെ വെക്ടർ ഞാനിതാ ഇങ്ങനെ വരച്ചു. ഓക്കെ, എ വെക്ടർ നേരത്തെ കാണിച്ചതുപോലെ. ഇനി ഇതിൻ്റെ കൂടെ എനിക്ക് ബി വെക്ടർ ആഡ് ചെയ്യണം. ഞാനിതാ ഇങ്ങനെ വരച്ചു. പാരലലോഗ്രാം മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക? എങ്ങനെയായിരുന്നു ട്രയാങ്കിൾ മെത്തേഡിൽ ചെയ്തത്? സെയിം ഓർഡറിൽ ചേർത്ത് വരയ്ക്കുകയല്ലേ ചെയ്തത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ രണ്ട് വെക്ടറുകളെയും നമ്മൾ കോ ഇനീഷ്യലായി വരക്കണം. എന്ത് കോ ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാളുടെയും ഇനീഷ്യൽ പോയിന്റ് ഒന്നാക്കി വരക്കണം. ഇനീഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെയിലാണോ ഹെഡാണോ? ഇനീഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെയിലാണ്. അപ്പോൾ രണ്ട് വെക്ടറുകളുടെയും ടെയിലുകൾ സെയിം ആക്കി വരക്കണം. ഒന്നാമത്തെ വെക്ടറിൻ്റെ ഫസ്റ്റ് വെക്ടർ ഞാനിതാ ഇങ്ങനെ വരച്ചു, എ വെക്ടർ.
ഇനി രണ്ടാമത്തെ വെക്ടറിൻ്റെ ടെയിലും ഒന്നാമത്തെ വെക്ടറിൻ്റെ ടെയിലും സെയിം ആക്കി വരക്കുക. ഇതാണ് കോ ഇനീഷ്യലായി വരക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. കോ ഇനീഷ്യൽ, സെയിം ഇനീഷ്യൽ പോയിന്റ്. ഓക്കെ, അപ്പോൾ രണ്ട് വെക്ടറുകളെ കോ ഇനീഷ്യലായി വരക്കുക. എന്നിട്ട് പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയാണ് പറയുക, ഈക്വലും പാരലലും. പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ വരക്കണം. ഡയഗണൽ, വികർണം, ഓപ്പോസിറ്റ് എൻഡുകൾ, ഓപ്പോസിറ്റ് കോർണറുകളെ കണക്ട് ചെയ്ത് വരക്കുന്ന ലൈൻ അല്ലടാ ഡയഗണൽ. അപ്പോൾ ഈ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ വരക്കണം. ആ ഡയഗണലുകൾ എങ്ങനെ വരക്കണം പറ. ആ ഡയഗണൽ ഇതേ പോയിന്റിലൂടെയുള്ള ഡയഗണൽ വരക്കുക. വേറെ ഒരു ഡയഗണൽ ഇങ്ങനെ ഉണ്ട്, അതല്ല, ഇതേ പോയിന്റിലൂടെയുള്ള ഡയഗണൽ വരച്ചാൽ അതായിരിക്കും റിസൾട്ടൻ. നോക്കണം, നേരത്തെ ട്രയാങ്കിൾ മെത്തേഡിലും ഇതേ ആൻസർ തന്നെയല്ലേ കിട്ടിയത്. ആ സെയിം ആൻസർ ഇവിടെ കിട്ടും. പക്ഷേ മെത്തേഡ് ഏതാ പറ, പാരലലോഗ്രാം മെത്തേഡ്. അപ്പോൾ രണ്ട് വെക്ടറുകളെ കോയിനീഷ്യലായി വരക്കുക. എന്നിട്ട് ആ വെക്ടറിൻ്റെ ആ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ഡയഗണൽ വരക്കുക. അപ്പോൾ റിസൾട്ടൻ്റ് കിട്ടും. രണ്ടാമത്തെ എക്സാമ്പിൾ നേരത്തെ ചെയ്ത് നോക്ക്. ഇതാ ഇങ്ങനെ ഒരു വെക്ടർ പി വെക്ടർ, അതിൻ്റെ കൂടെ നമ്മൾ ക്യൂ എന്ന വെക്ടർ ആഡ് ചെയ്യുന്നു. ഇതാ ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ, ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ ഡയഗ്രാം വരയ്ക്കാൻ ഒരു എക്സാമ്പിൾ വരയ്ക്കാൻ നമുക്ക് അറിയണം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ നീട്ടി വലിച്ച് പഠിക്കണം എന്നില്ല. ഓക്കെ, സിമ്പിളായിട്ട് പഠിച്ചാലും മതി. ഇങ്ങനെ പഠിച്ചാൽ വളരെ നന്നായി. ഇസ് ഈക്വൽ ടു നോക്കണം, ഫസ്റ്റ് വെക്ടർ ഞാൻ ഇതാ ഇങ്ങനെ വരച്ചു, പി വെക്ടർ. ഇനി കോ ഇനീഷ്യലായി ക്യൂ വെക്ടർ വരച്ചു. കോ ഇനീഷ്യലായി ക്യൂ വെക്ടർ വരക്കുമ്പോൾ ഇതാ ഇങ്ങനെ വരും. ഇങ്ങനെ കോ ഇനീഷ്യലായി വരച്ചതിന് ശേഷം പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നു. ആ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ വരക്കുന്നു. ഈ ഡയഗണലായിരിക്കും എന്താ റിസൾട്ടൻറ്റ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് പകരം സിമ്പിളായിട്ട് എങ്ങനെ പറയാം ഞാൻ പറയട്ടെ. ഓക്കെ, ടേക്ക് ദി ടു വെക്ടേഴ്സ് കോ ഇനീഷ്യലി ആസ് ദി അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം. കൺസിഡർ അല്ലെങ്കിൽ ടേക്ക് ദ ടു വെക്ടേഴ്സ് കോ ഇനീഷ്യലി ആസ് ദി അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം. Then the diagonal of the parallelogram, the co-initial diagonal of the parallelogram will be the resultant. Simple ആയിട്ട് പറയാം. ഓക്കെ, then the diagonal drawn from the same point, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കോ ഇനീഷ്യലായി വരക്കാവുന്ന ഡയഗണൽ, ഇങ്ങനെയൊക്കെ സിമ്പിളായി പറഞ്ഞാൽ മതി. ഒന്നിന് പറയാം, കൺസിഡർ ടു വെക്ടേഴ്സ് കോ ഇനീഷ്യലി ആസ് ദി അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം. ഡ്രോ ദി ഡയഗണൽ ഫ്രം ദി സെയിം പോയിന്റ്, അല്ലെങ്കിൽ കോ ഇനീഷ്യൽ, ഇറ്റ് വിൽ ബി ദി റിസൾട്ടൻ. സിമ്പിളായി ആ രീതിയിൽ പഠിച്ചാലും മതി. അപ്പോൾ എക്സാമിന് ട്രയാങ്കിളിലോ പാരലലോഗ്രാമിലോ എങ്ങനെ ക്വസ്റ്റ്യൻ വരും, എങ്ങനെ പഠിക്കണം, സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. അത് സിമ്പിളായിട്ട് എഴുതാൻ പഠിക്കുക. എന്നിട്ടൊരു ഡയഗ്രാം വരക്കാനും പഠിക്കുക. ഡയഗ്രാം വരക്കാൻ ചോദിച്ചിട്ടില്ലെങ്കിലും ഡയഗ്രാം ഒന്ന് വരച്ചു വെക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഡയഗ്രാം വരച്ചാൽ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഈ ഡയഗ്രാം താഴെ ഉണ്ടെങ്കിൽ ആ ഡയഗ്രാം നോക്കുന്ന അധ്യാപകന് ഈ കുട്ടിക്ക് കാര്യം അറിയാം എന്ന് മനസ്സിലാക്കി തന്ന് ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ച ആ മാർക്ക് അവിടെ മുഴുവനും കൊടുക്കാൻ അയാൾക്ക് കഴിയും. അതിന് നമുക്ക് ആ ഡയഗ്രാം വരക്കാൻ ചോദിച്ചിട്ടില്ലെങ്കിലും ഒന്ന് വരച്ചു വെക്കുന്നത് നന്നായിരിക്കും. സോ ട്രയാങ്കിളിലോയും പാരലലോഗ്രാമിലോയും സെറ്റായി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഈ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുല ഡിറൈവ് ചെയ്ത് പഠിക്കാനുണ്ട്. ഈ ഫോർമുലയുടെ ഡെറിവേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ടോപ്പിക്കോട് കൂടി വെക്ടേഴ്സ് എന്നുള്ള സെഷൻ കംപ്ലീറ്റ് ആയി. എന്താണ് പഠിക്കുന്നത് നോക്കിക്കോളൂ. എക്സ്പ്രഷൻ ഫോർ റിസൾട്ടൻ്റ് ഓഫ് ടു വെക്ടേഴ്സ്. രണ്ട് വെക്ടറുകളുടെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഫോർമുല. നമ്മളിപ്പോൾ ഇത് പാരലലോഗ്രാം ലോയിലും ട്രയാങ്കിൾ ലോയിലും ശ്രദ്ധിക്കണം. എ വെക്ടറും ബി വെക്ടറും ആഡ് ചെയ്താൽ റിസൾട്ടൻ്റ് ഇങ്ങനെയാകും എന്നല്ലേ വരക്കാനല്ലേ പഠിച്ചുള്ളൂ. എന്നാൽ എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ്, ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 4 ആണ്. അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര, ഇത് കാണാൻ പഠിച്ചോ? ഇല്ല. അപ്പോൾ ആ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കാണാൻ പഠിച്ചാലോ? അതാകട്ടെ വളരെ സിമ്പിൾ അല്ല, അത് വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റിയതല്ല. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ എളുപ്പമാവും. നോക്കട്ടെ എങ്ങനെ. എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5, ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 4. അങ്ങനെയെങ്കിൽ എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് എ എന്ന് എഴുതാം, ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ബി എന്ന് എഴുതാമല്ലോ. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ആർ എന്നും എഴുതാം. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആർ, എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ, ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ബി. അങ്ങനെയെങ്കിൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഫോർമുല പറ. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ.
ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. എന്താ എ പറ? എ ഇസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ, ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്റ്റർ, ആർ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് വെക്റ്റർ, തീറ്റ എന്താണ് തീറ്റ? ആംഗിൾ ബിറ്റ്വീൻ എ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ. പാരലലോഗ്രാം ലോ അനുസരിച്ച് രണ്ട് വെക്റ്ററുകൾ നമ്മൾ കോ ഇനീഷ്യലായി വരച്ചില്ലേ? അപ്പോൾ ആ രണ്ട് വെക്റ്ററുകൾ കിടക്കടായി ഇങ്ങനെ ഒരു ആംഗിൾ വന്നില്ലേ? ആ ആംഗിളിൻ്റെ പേരാണ് എന്ത്? ആ ആംഗിളാണ് എന്ത്? ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. സോ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഫോർമുല പറ. ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഈ ഫോർമുല മക്കളെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഫോർമുല ബൈ ഹാർട്ടാക്കണം. എന്നാൽ ആ ഫോർമുല ബൈ ഹാർട്ടാക്കിയാൽ മാത്രം മതിയോ? പോരാ. ഈ ഫോർമുല ഡിറൈവ് ചെയ്യാൻ 2 മാർക്കിന് എക്സാമിന് ചോദിക്കും. ചോദ്യം എങ്ങനെ വരും? ഡിറൈവ് അല്ലെങ്കിൽ ഒബ്റ്റെയിൻ അല്ലെങ്കിൽ ഡെഡ്യൂസ് ദി എക്സ്പ്രഷൻ ഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് ഓഫ് 2 വെക്റ്റേഴ്സ്, അങ്ങനെ പറയും. ക്വസ്റ്റ്യൻ കണ്ടാൽ ഏതാണ് ചോദ്യം എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഒരു ബന്ധം വേണം. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, പഠിച്ച കാര്യം എക്സാമിന് ചോദിക്കുന്ന രീതി ഒന്ന് മനസ്സിലാക്കണം. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ, ഡെഡ്യൂസ് ദി എക്സ്പ്രഷൻ, ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. എന്ന് നമുക്ക് ഡെറിവേഷൻ നോക്കിയാലോ? ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ ഡെറിവേഷൻ പഠിച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ 2 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതുവരെ നിങ്ങൾ ഈ ഡെറിവേഷൻ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ അങ്ങ് പഠിക്കുക. ഇനി ഇതിനു മുമ്പ് നിങ്ങൾ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഒന്ന് കേട്ടു നോക്ക്. ഓക്കെ, ആ പഠിച്ച മെത്തേഡിനേക്കാൾ എളുപ്പമായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്കിത് ഫോളോ ചെയ്തൂടെ? ഓക്കെ, ഞാൻ ഒറ്റ കാര്യം പറയാം. നിങ്ങൾ ഈ ഡെറിവേഷന് ഞാൻ പറയുന്ന രീതിയിൽ ഡയഗ്രാം വരയ്ക്കുക. ആ ഡയഗ്രാം വരച്ചതിന് ശേഷം ഒരു 4 ലൈൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ അവസാനിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, ഒരുപാട് കാര്യങ്ങളൊന്നും ഒരുപാട് ലൈനുകളൊന്നും എഴുതി പഠിച്ച് പോകേണ്ട ആവശ്യമില്ല. ഒരു 4 ലൈനുകൾ ഒന്ന് നോക്കി നോക്കും. ആദ്യം നമുക്ക് ഈ ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ട ഡയഗ്രാം ഒന്ന് വരച്ച് കാണിക്കാം. നോക്കിക്കോളൂ. എന്താണ് ഡയഗ്രാം വരക്കുമ്പോൾ ചെയ്യേണ്ടത് നോക്കിക്കോളൂ. ആദ്യം നിങ്ങൾ പ്രൂഫ് എന്ന് എഴുതുകയാണ്. ഞാൻ ഈ ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ട ഡയഗ്രാം വരക്കുകയാണ്. ഡയഗ്രാം വരക്കുമ്പോൾ മക്കൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പാരലലോഗ്രാം അങ്ങ് വരക്കുക. ഈ മെത്തേഡ് ഒന്ന് പഠിക്കണേ. ആദ്യം പാരലലോഗ്രാം വരച്ചു. പാരലലോഗ്രാം വരച്ചതിന് ശേഷം പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ വരച്ചു. ഇത്രയും കാര്യം വരയ്ക്കാൻ അറിയാലോ. ഒരു പാരലലോഗ്രാം വരച്ചു, ഡയഗണൽ വരച്ചു. എന്നിട്ട് ഈ പാരലലോഗ്രാമിൻ്റെ ഈ സൈഡ് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് നേരെ താഴോട്ടൊരു ലൈൻ വരയ്ക്കുക. ഇവിടുന്ന് നേരെ താഴോട്ടൊരു ലൈൻ. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആക്കി വരയ്ക്കുക. ഈ കോർണറിൽ നിന്ന് നേരെ താഴോട്ടൊരു ലൈൻ അങ്ങ് വരയ്ക്കുക. ശ്രദ്ധിക്കണേ, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഡയഗ്രാം കഴിഞ്ഞു. ഇനി ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യാനേ ഉള്ളൂ. എൻ്റെ ഇപ്പോൾ വരച്ച് പറ. ആദ്യം പാരലലോഗ്രാം വരയ്ക്കുക, ഡയഗണൽ കംപ്ലീറ്റ് ചെയ്യുക, ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലാർ ലൈൻ വരയ്ക്കുക. പെർപെൻഡിക്കുലാർ തന്നെ വരക്കണം കേട്ടോ. ധാരാളം ആളുകൾ തെറ്റിച്ച് വരക്കാറുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ പാരലലോഗ്രാം വരക്കും, ഡയഗണലും വരക്കും, എന്നിട്ട് ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യും, എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ. ഈ സൈഡ് ഇങ്ങോട്ട് ചരിച്ചാണെങ്കിൽ ഈ സൈഡ് ഇങ്ങോട്ട് ചരിച്ചാൽ അങ്ങനെയാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പെർപെൻഡിക്കുലാറായി വരക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നോക്കിക്കോളൂ. നമുക്കിനി എന്ത് ചെയ്യാം? നമ്മുടെ യഥാർത്ഥ ഡയഗ്രാം ആദ്യം വരച്ച ചിത്രം എടുക്കാം. അപ്പോൾ പാരലലോഗ്രാം വരച്ചു, ഡയഗണൽ വരച്ചു, ഇവിടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇതൊരു ചെറിയ ട്രയാങ്കിളായി. ഇനി നമുക്ക് എന്ത് ചെയ്യുക? നമുക്ക് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കിക്കോളൂ. ഇത് എ എന്ന വെക്റ്റർ, ഇത് ബി എന്ന വെക്റ്റർ, ഇത് ഈ ഡയഗണലോ ആർ എന്ന വെക്റ്റർ, ഈ ആംഗിളോ തീറ്റ. 4 കാര്യങ്ങൾ മാർക്ക് ചെയ്തോ പാരലോഗ്രാമിൽ? ആരൊക്കെ? എ വെക്റ്റർ, ബി വെക്റ്റർ, ആർ വെക്റ്റർ, തീറ്റ. 4 കാര്യങ്ങൾ പാരലോഗ്രാമിൽ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ ഇല്ലേ? അവിടെയും 4 കാര്യങ്ങൾ. ഏതൊക്കെ പറയാം നോക്കിക്കോളൂ. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ. ഓക്കെ, ദെൻ പാരലലോഗ്രാമിൻ്റെ ഈ സൈഡും ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ ഈക്വൽ അല്ലേ? അപ്പോൾ ഈ സൈഡിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ്, ഇതേ ലെങ്ത് അല്ലേ ഈ സൈഡിന്? അതുകൊണ്ട് ഈ സൈഡിനെ ബി എന്ന് എഴുതുക. എന്താ ബി എന്ന് എഴുതിയ? ബി വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ ബി? മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ നീളം. ഇതേ ലെങ്ത് അല്ലേ ഈ സൈഡിന്? അതുകൊണ്ട് ഈ സൈഡിന് ബി. ബി വെക്റ്റർ എന്നല്ല, ബി വെക്റ്റർ ഇതാണ്. ബി വെക്റ്ററിൻ്റെ നീളം, അതേ മാഗ്നിറ്റ്യൂഡ്, അതേ നീളം, അപ്പോൾ ബി. ശരി, ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് ബി കോസ് തീറ്റ, ബി കോസ് തീറ്റ. അതായത് ഈ ആംഗിളിൻ്റെ കോസ് തീറ്റ കണ്ടാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്നൊക്കെ കിട്ടും. അപ്പോൾ ഈ സൈഡിനെ ബി ഇൻറ്റു കോസ് തീറ്റ, അത്രേ. അങ്ങനെയെങ്കിൽ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡല്ലേ ഇത്?
അപ്പോൾ ഈ സൈഡിന് നമ്മൾ ബി ഇൻറ്റു സൈൻ തീറ്റ, ഇത് ബി കോസ് തീറ്റ, ഇതോ പറ ഇത് ബി സൈൻ തീറ്റ. അപ്പോൾ 4 4 8 കാര്യങ്ങൾ ഡയഗ്രത്തിൽ. ഇത്രയേ ഉള്ളൂ. പാരലലോഗ്രാം വരയ്ക്കുക, ഡയഗണൽ വരയ്ക്കുക, പറ എ വെക്റ്റർ ബി വെക്റ്റർ ആർ വെക്റ്റർ തീറ്റ. ഇവിടെ 4 കാര്യങ്ങൾ ബി തീറ്റ, ബി കോസ് തീറ്റ, ബി സൈൻ തീറ്റ. എന്നാൽ ഇനി പ്രൂഫിലേക്ക് കിടക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഡയഗ്രം എങ്ങനെ വരയ്ക്കുക, വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ട ആ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വരച്ച ട്രയാങ്കിൾ, ഈ വരച്ച ഈ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങളൊരു വലിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒന്ന് പരിഗണിക്കണം. ഏതാണ് ആ വലിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ഞാൻ വരക്കട്ടെ, നോക്കട്ടോ. ഇതാണ് ആ വലിയ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഈ വലിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുക, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ വലിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുകയാണ് സെപ്പറേറ്റ് ആയി. ഇതാണ് ആ വലിയ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. പറയൂ, ഈ സൈഡ് ആർ അല്ലേ, ഈ സൈഡ് ബി സൈൻ തീറ്റ അല്ലേ, എന്നാൽ ഈ സൈഡോ, ഈ ബേസോ, അത് ഇത് മുതൽ ഇതുവരെ എ ആണ്, പിന്നെ ബാക്കി ഭാഗം ബി കോസ് തീറ്റയാണ്. അപ്പോൾ ഈ സൈഡ് എങ്ങനെ എഴുതണം? എ പ്ലസ് ബി കോസ് തീറ്റ. ഇത് ആറ്, ഇത് എ പ്ലസ് ബി കോസ് തീറ്റ, ഇത് ബി സൈൻ തീറ്റ. ഇനി ഒന്നുമില്ല, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ പരിപാടി കഴിഞ്ഞു. ട്രിഗണോമെട്രിയും കുറച്ചൊക്കെ അറിയായിരിക്കും അല്ലേ? ഓക്കെ, നോക്കാം. എന്താണ് പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, പറ, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ആരാ ബേസ്? എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഏതാ? പറ, ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ഓക്കെ, റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, പറ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാൻ അറിയോ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാൻ പറ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാ പറയാം. ആദ്യത്തെ ടേമിൻ്റെ സ്ക്വയർ എന്താ? പറ, എ സ്ക്വയർ പ്ലസ്, ഓക്കെ, പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം. 2 ഇൻറ്റു ആരാ ഫസ്റ്റ് ടേം? എ. ആരാ സെക്കൻഡ് ടേം? ബി കോസ് തീറ്റ. ഓക്കെ, സോ എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ്, ഇനി രണ്ടാമത്തെ ടേമിൻ്റെ സ്ക്വയർ ബി കോസ് തീറ്റൻ്റെ സ്ക്വയർ. ബി കോസ് തീറ്റൻ്റെ സ്ക്വയർ പറയുമ്പോൾ ബിക്കും സ്ക്വയർ ഉണ്ട്, കോസ് തീറ്റക്കും സ്ക്വയർ ഉണ്ട്. ബിൻ്റെ സ്ക്വയർ ബി സ്ക്വയർ, കോസ് തീറ്റൻ്റെ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി ബി സൈൻ തീറ്റൻ്റെ സ്ക്വയർ കൂടിയില്ലേ? പറ, ബി സൈൻ തീറ്റൻ്റെ സ്ക്വയർ എന്താ? ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ശരി, അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ വരി നോക്കൂ. 4 വരി എഴുതി കഴിഞ്ഞാൽ തീർന്നൂടാ. എ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി, 2ab കോസ് തീറ്റ അതുപോലെ തന്നെ എഴുതി, പ്ലസ് ഈ രണ്ട് ടേമിലും കോമൺ ആയി ബി സ്ക്വയർ ഇല്ലേ? ആ ബി സ്ക്വയർ കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ ബ്രാക്കറ്റിൽ എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എത്രയെന്ന് അറിയോ? 1. ട്രിഗണോമെട്രി മാത്സിൽ പഠിച്ചോ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1. അങ്ങനെയെങ്കിൽ ഫോർമുല ആയില്ലേ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു 1, ബി സ്ക്വയർ ഇൻറ്റു 1 ബി സ്ക്വയർ. ഇതല്ലേ നമ്മുടെ ഫോർമുല? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. മക്കൾ മറക്കരുത്, 4 ലൈൻ ഡയഗ്രാം തെറ്റാതെ വരയ്ക്കുക. ഈ 4 ലൈൻ എഴുതുക. ഡെറിവേഷൻ സെറ്റായി. 2 മാർക്ക് നമുക്ക് നിഷ്പ്രയാസം അടിപൊളിയാക്കി നമുക്ക് ആ ഡെറിവേഷൻ പഠിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇത് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഫോർമുലയാണ് എന്ന് മനസ്സിലാക്കുക. വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നോക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് പേപ്പറിൽ എഴുതി നോക്കുക. 4 വരി എഴുതാനേ ഉള്ളൂ. ഡയഗ്രാം സിമ്പിളായിട്ട് വരയ്ക്കാനും 8 കാര്യങ്ങൾ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യാനും ഒരു നമ്പർ വെച്ച് ഒരു കണക്ക് വെച്ച് പഠിക്കുക. അപ്പോൾ എളുപ്പം പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എക്സ്ട്രാ ഒരു കാര്യം പഠിപ്പിക്കണത്, ഈ ഭാഗത്തുനിന്നുള്ള പ്രോബ്ലങ്ങളിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ഒരു പുതിയ കാര്യം, ഒരു എക്സ്ട്രാ കാര്യം, പുതിയതല്ല, ഇവിടെ തന്നെ നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ കാണാനുള്ള ചോദ്യം വളരെ റെയറായി ചോദിക്കാറുണ്ട്. റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി ഞാൻ നേരത്തെ വരച്ച ആ വലിയ ട്രയാങ്കിൾ ഒന്നുകൂടി വരക്കട്ടെ. ഇതാണ് റിസൾട്ടൻറ്റ്. ഈ സൈഡ് എന്താ പറ? ബി സൈൻ തീറ്റ. ഈ സൈഡോ എ പ്ലസ് ബി കോസ് തീറ്റ. ഈ ആംഗിൾ ഞാൻ ആൽഫ എന്ന് വിളിക്കും. ആൽഫ എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ എ എന്ന വെക്റ്റർ ഇല്ലേ? അതെ, ആ എ എന്ന വെക്റ്ററും റിസൾട്ടൻറ്റും തമ്മിലുള്ള ആംഗിളാണ് ആൽഫ.
ഈ ആൽഫ എന്ന ആംഗിൾ വെച്ചുകൊണ്ട് നമ്മൾ ഡയറക്ഷൻ പറയുന്നു. റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ കാണാൻ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നല്ല, എക്സാമിന് വല്ലപ്പോഴൊക്കെ ചോദിച്ചെങ്കിലായി, അത്രയേ ഉള്ളൂ. റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ കാണാൻ ആൽഫ എന്നുള്ള ആംഗിൾ കാണുക. നിങ്ങൾക്കറിയാം ടാൻ ആൽഫ, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? ഏതാ ഓപ്പോസിറ്റ് സൈഡ്? ബി സൈൻ തീറ്റ. ഏതാ അഡ്ജസൻറ്റ് സൈഡ്? എ പ്ലസ് ബി കോസ് തീറ്റ. ഇത് ടാൻ ആൽഫ. ഇതിൽ നിന്ന് ആൽഫ കാണാൻ, ഓക്കെ, ടാൻ ആൽഫ കിട്ടിയാൽ ആൽഫ കാണുന്നത് എങ്ങനെയാണ്? ടാൻ ഇൻവേഴ്സ്. കേട്ടിട്ടുണ്ടോ? ടാൻ ഇൻവേഴ്സ്. ഇനി റൈറ്റ് സൈഡ് എഴുതുക, ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഓക്കെ, ഇതാണ് റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ഫോർമുല. ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ്. നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് ആയിരുന്നു. ഇതെന്താ പറയുക? ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ്. ഫോർമുല പറ, ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഫോർമുല വെച്ചുകൊണ്ട് എക്സാമിന് പ്രോബ്ലം ചോദിക്കും. അപ്പോൾ രണ്ട് പ്രോബ്ലംസ് നോക്കിയാലോ. ഒന്നാമത്തെ പ്രോബ്ലം നോക്കണം. 2 forces 5 Newton and 7 Newton are acting at a point. Angle between them is 60 degree. Find the resultant of force. രണ്ട് ഫോഴ്സുകൾ, ഒന്ന് 5 ന്യൂട്ടൺ മറ്റൊന്ന് 7 ന്യൂട്ടൺ. ആംഗിൾ ബിറ്റ്വീൻ ദം 60 ഡിഗ്രി. അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് എങ്ങനെ കാണാൻ പറ? ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, ഫോർമുല പറ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഓക്കെ, ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, പറയടാ, എ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ, ബി എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു കോസ് 60. എത്ര ആംഗിൾ? 60 ഡിഗ്രി അല്ലേ? എത്ര കോസ് 60യുടെ വാല്യൂ അറിയോ? 1/2. അല്ലെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അടിച്ചാൽ കിട്ടും. മാത്സ് പഠിച്ച ആളുകൾക്ക് എളുപ്പമല്ലേ? കോസ് 60 1/2. അപ്പോൾ ഇവിടെ 1/2 ചെയ്യാം. 1/2 ചെയ്താൽ മൾട്ടിപ്ലിക്കേഷനല്ലേ ആദ്യം ചെയ്യേണ്ടത്. 1/2 ചെയ്യുമ്പോൾ 2 കട്ട് ചെയ്ത് കളയാം. ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, പറയും, 25, 7ൻ്റെ റൂട്ട് 49 പ്ലസ് 5 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 35. ഓക്കെ, ദെൻ 35 പ്ലസ് 25 എന്ന് പറയുമ്പോൾ 60 ആണത്. 60 പ്ലസ് 49 എന്ന് പറയുമ്പോൾ 109. ഇത്ര എഴുതിയാൽ മതി. ഇനി റൂട്ട് 109 ചെയ്യുമ്പോൾ 10 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. അത്രയും ന്യൂട്ടൺ. ഓക്കെ, സോ സിമ്പിളായി ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത്തരം പ്രോബ്ലങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ശരി, അങ്ങനെയെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. പബ്ലിക് എക്സാമിന് ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒന്നാണിത്. എന്താ എഴുതി നോക്കണം. മോഡ് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ ഇസ് ഈക്വൽ ടു മോഡ് എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ. ദെൻ ദി ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റേഴ്സ് എ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ ഈസ്. ഇത് 1 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട്. 1 മാർക്കിന് ചോദ്യം വന്നാൽ ആൻസർ മാത്രം എഴുതിയാൽ മതി. ആൻസർ 90 ഡിഗ്രി എന്നാണ് വരിക. എന്നാൽ 2 മാർക്കിന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ആൻസർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. എന്താ ചോദ്യം? മോഡ് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്ററും മോഡ് എ വെക്റ്റർ മൈനസ് ബി വെക്റ്ററും ഈക്വൽ ആണെങ്കിൽ എന്താ അങ്ങനെ പറഞ്ഞ അർത്ഥം? മോഡ് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എ വെക്റ്ററും ബി വെക്റ്ററും ആഡ് ചെയ്യാം. എന്നിട്ട് ആഡ് ചെയ്തതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. അതന്നെയല്ലേ ഇപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ മോഡ് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ, ഓക്കെ, മോഡ് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ ഇസ് ഈക്വൽ ടു മോഡ് എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ എന്നാണ് പറഞ്ഞത്. എ വെക്റ്ററും ബി വെക്റ്ററും കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ. അപ്പോൾ മോഡ് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെടാ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റയാണത്. ഇസ് ഈക്വൽ ടു മോഡ് എ മൈനസ് ബി എന്ന് പറഞ്ഞാലോ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് അല്ല മൈനസ് 2ab കോസ് തീറ്റ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല, അതൊന്നും ഈ പ്രോബ്ലത്തിന് വേണ്ടി പഠിച്ചു വെക്കുക. ഇത് എ വെക്റ്ററും ബി വെക്റ്ററും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. രണ്ടും ഈക്വലാണ്. ഇങ്ങനെ എങ്ങനെ ചെയ്യാൻ പറയും? 2 സൈഡും സ്ക്വയർ ചെയ്താൽ റൂട്ട് പോവില്ലേ? 2 ഭാഗവും സ്ക്വയർ ചെയ്താൽ റൂട്ട് പോവില്ലടാ. അങ്ങനെ വരുമ്പോൾ എന്താവും? സ്ക്വയർ ചെയ്താൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ്
2ab cos തീറ്റ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos തീറ്റ എന്ന് വരും. ആരൊക്കെ കട്ട് ചെയ്തു പോവും? എ സ്ക്വയർ ബി സ്ക്വയർ. പിന്നെ ആരാ ഇവിടെ ഉള്ളത്? 2ab cos തീറ്റയുണ്ട്. മൈനസ് 2ab cos തീറ്റ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ കൂടെ? പ്ലസ് 2ab cos തീറ്റ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, 2ab cos തീറ്റ പ്ലസ് 2ab cos തീറ്റ 4ab cos തീറ്റ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെയെങ്കിൽ കോസ് തീറ്റ ഈക്വൽസ് 0/4ab എന്നല്ലേ? ഈ 4ab അങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 0/4ab എന്ന് പറഞ്ഞാൽ 0. കോസ് തീറ്റയുടെ വാല്യൂ 0. അപ്പോൾ തീറ്റ എത്ര? 90 ഡിഗ്രി. കോസ് 90 അല്ലേ 0. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ 0 ആണ്. അങ്ങനെയെങ്കിൽ തീറ്റ 90 ഡിഗ്രി. ഇനി തീറ്റ 90 ഡിഗ്രി അറിയില്ലെങ്കിൽ തീറ്റ കാണാൻ കോസ് ഇൻവേഴ്സ് 0. കാൽക്കുലേറ്ററിൽ കോസ് ഇൻവേഴ്സ് ഒക്കെ അടിക്കാൻ അറിയോ? ഷിഫ്റ്റ് ബട്ടൺ അമർത്തി കോസ് അമർത്തുമ്പോൾ സ്ക്രീനിൽ കോസ് ഇൻവേഴ്സ് എന്ന് വരും. അപ്പോൾ കോസ് ഇൻവേഴ്സ് 0. അപ്പോൾ 90 ഡിഗ്രി. അപ്പോൾ ആൻസർ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം, നല്ലതാണ്. കാരണം 1 മാർക്കിന് എക്സാമിന് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ആൻസർ മാത്രം മതി. എന്നാൽ 2 മാർക്കിന് ചോദിച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാൻ സാധിക്കണം. സോ വെക്റ്റർ അഡീഷൻ എന്നുള്ള അതിപ്രധാനമായ ഈ ചാപ്റ്ററിലെ ടോപ്പിക്ക് നമ്മൾ അവസാനിപ്പിക്കുക. എങ്ങനെ വെക്ടറുകളെ ആഡ് ചെയ്യുക? സെയിം ഡയറക്ഷനായി വന്നാൽ, ഓപ്പോസിറ്റായി വന്നാൽ, ഇനി അങ്ങനെ അല്ലാതെ വന്നാൽ ട്രയാങ്കിൾ മെത്തേഡ്, ട്രയാങ്കിൾ ലോ, പാരലലോഗ്രാം ലോ, അത് കഴിഞ്ഞ് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്ന ഫോർമുല ഡിറൈവ് ചെയ്യുക, റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ കാണുന്ന രീതി, അത് വെച്ചിട്ടുള്ള എക്സാമിൻ്റെ പ്രോബ്ലംസ്. ഓക്കെ, ഇനി ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി പറയുമ്പോൾ നമുക്ക് വെക്റ്റർ എന്നുള്ള ആ ഒരു ടോപ്പിക്ക് അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക് എന്താ പറയുക? റെസൊല്യൂഷൻ ഓഫ് വെക്റ്റേഴ്സ്. എന്താണ് വെക്റ്ററിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? വെക്റ്ററിൻ്റെ റെസൊല്യൂഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഒന്നുമില്ല, ഒരു വെക്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടെണ്ണാക്കുക. ഒരു വെക്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഒരു വെക്റ്ററും ഇങ്ങനെ ഒരു വെക്റ്ററും നമ്മൾ വരച്ചാൽ അതിൻ്റെ റിസൾട്ടൻ്റ് നമ്മൾ ഇങ്ങനെ വരയ്ക്കാൻ പാരലലോഗ്രാം ലോ അനുസരിച്ച് പഠിച്ചില്ലേ? ഇതാണ് റിസൾട്ടൻ്റ് എന്ന് പഠിച്ചില്ലേ? ഓക്കെ, ഇത് എ വെക്റ്ററും ഇത് ബി വെക്റ്ററും ആണെങ്കിൽ ഇത് റിസൾട്ടൻ്റ് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ. ഇതിൻ്റെ നേരെ റിവേഴ്സ്, അതായത് ഇങ്ങനെ ഒരു വെക്റ്റർ ഉണ്ടെന്ന് കരുതുക. ആ വെക്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 കമ്പോണൻസ് ആക്കുക. അപ്പോൾ ഒരു വെക്റ്റർ ഇതാ ഇങ്ങനെ വരക്കുക, മറ്റൊരു വെക്റ്റർ ഇങ്ങനെയും വരക്കുക. അപ്പോൾ എ വെക്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണാക്കുക. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന വെക്റ്ററുകളെ കമ്പോണൻസ് എന്നാണ് പറയുക. അപ്പോൾ എ വെക്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണാക്കി, ഒരു വെക്റ്റർ ഇങ്ങനെ, ഒരു വെക്റ്റർ ഇങ്ങനെ. ഈ 2 വെക്റ്ററുകൾ ആഡ് ചെയ്താൽ എ വെക്റ്റർ കിട്ടുകയും ചെയ്യും. മറ്റൊരു എക്സാമ്പിൾ നോക്ക്. ഇത് ബി വെക്റ്റർ. ഈ ബി എന്ന വെക്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് കമ്പോണൻസ് ആക്കിയാൽ ഒരു വെക്റ്റർ ഇങ്ങോട്ട് വരും, മറ്റൊരു വെക്റ്റർ മേലോട്ടും വരും. പാരലലോഗ്രാം ലോ അനുസരിച്ച് പഠിച്ചിടാ. ഇങ്ങനെ ഒരു വെക്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണാക്കുക. രണ്ടെണ്ണം എന്നൊരു മിനിമം പറഞ്ഞതാണ്. എന്നാൽ വെക്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ കമ്പോണൻസ് ആക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് എന്ത് പേര് പറയാം? റെസൊല്യൂഷൻ ഓഫ് വെക്റ്റർ എന്ന് പറയുക. ഓക്കെ, ഇനി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ കമ്പോണൻസ് എന്നാണ് അവരെ വിളിക്കുക എന്ന് പറഞ്ഞല്ലോ. നോക്കണം, ഈ എ വെക്റ്ററിൻ്റെ ഒരു കമ്പോണൻ്റാണ് ഇത്, മറ്റൊരു കമ്പോണൻ്റാണ് അത്. നോക്കിക്കോളൂ, എ വെക്റ്ററിൻ്റെ 2 കമ്പോണൻസ് ആണ് നമ്മളിപ്പോൾ വരച്ചത്. അതിൽ ഈ കമ്പോണൻറ്റും എ വെക്റ്ററും തമ്മിൽ ഒരു ആംഗിൾ ഞാൻ തീറ്റ എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ ഇതേപോലെ ഇങ്ങനൊരു ആംഗിൾ തീറ്റ എന്ന് മാർക്ക് ചെയ്തു. ഏതെങ്കിലും ഒരു ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്യുക. അത് ഈ ആംഗിൾ ആവാം, അതല്ലെങ്കിൽ ഈ ആംഗിൾ ആവാം. ആംഗിളിനോട് ചേർന്ന് വരുന്ന കമ്പോണൻറ്റ് കോസ് കമ്പോണൻ്റ് ആയിരിക്കും. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ കോസ് തീറ്റ. അപ്പോൾ എ വെക്റ്ററിൻ്റെ ഈ കമ്പോണൻറ്റിന് എ കോസ് തീറ്റ എന്നെഴുതണം. ഓക്കെ, നിങ്ങൾ ഇതാണ് തീറ്റ എന്നെടുത്തതെങ്കിലോ, അപ്പോൾ ഈ കമ്പോണൻ്റാണ് എ കോസ് തീറ്റ. അപ്പോൾ ഏതാണ് നിങ്ങൾ തീറ്റ എന്നെടുക്കുന്നത് അതിനനുസരിച്ച് കോസ് കമ്പോണൻറ്റ് മാറും. ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് കമ്പോണൻറ്റ് കോസ് കമ്പോണൻറ്റ്, അല്ലാത്ത കമ്പോണൻറ്റോ സൈൻ കമ്പോണൻറ്റ്. അപ്പോൾ ഇത് എ കോസ് തീറ്റ, ഇത് എ സൈൻ തീറ്റ. ഇതാണ് ആംഗിൾ. അപ്പോൾ ആംഗിളിനോട് ചേർന്ന് വരുന്ന കമ്പോണൻറ്റ് ഇതാണ്. ബി എന്നാണ് വെക്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇത് ബി കോസ് തീറ്റ, ഇതോ ബി സൈൻ തീറ്റ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി അപ്പോൾ ഏതാണ് എങ്ങനെയാണ് റെസൊല്യൂഷൻ എന്ന് മനസ്സിലായാലോ? ആരാ കോസ് കമ്പോണൻറ്റ്, ആരാ സൈൻ കമ്പോണൻറ്റ് എന്ന് ക്ലിയർ ആയില്ലേ? ഇനി മറ്റൊന്ന്, ഇതിലിപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ്, എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് എ എക്സ്, വൈ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ വൈ, അങ്ങനെയും പറയാം. ബി വെക്റ്ററിൻ്റെ എക്സ് കമ്പോണൻറ്റ് ബി എക്സ്, വൈ കമ്പോണൻറ്റ് ബി വൈ. ഓക്കെ, ശരി. ഇനി മറ്റൊരു കാര്യം മക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്,
എ വെക്ടറിനെ നമ്മൾ കമ്പോണൻറ്റിൻ്റെ ടേംസിൽ എഴുതുന്നത് എങ്ങനെ? ഇവിടെ ഈ എക്സ് കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3യും വൈ കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് 4ഉം ആണ് എന്ന് കരുത്. അങ്ങനെയെങ്കിൽ എ വെക്ടറിനെ നമ്മൾ കമ്പോണൻസിൻ്റെ ടേംസിൽ എഴുതുന്നത് എങ്ങനെ? അനാലിറ്റിക്കൽ മെത്തേഡിൽ എഴുതാന്നൊക്കെ പറയാം. പോട്ടെ, കമ്പോണൻസിന് 3i പ്ലസ് 4j. എങ്ങനെ എഴുതാ പറ? 3i അതാണ് എക്സ് കമ്പോണൻറ്റ്, 4j അതാണ് വൈ കമ്പോണൻറ്റ്. സെഡ് കമ്പോണൻറ്റ് ഉണ്ടെങ്കിൽ k വെച്ചിട്ടും എഴുതണം. അപ്പോൾ ഇങ്ങനെയാണ് കമ്പോണൻറ്റിൻ്റെ ഫോമിൽ എഴുതുക. ഓക്കെ, അങ്ങനെ കമ്പോണൻറ്റ് ഫോമിൽ എഴുതിയാൽ എങ്ങനെയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക? മാഗ്നിറ്റ്യൂഡ് കാണാൻ റൂട്ട് ഓഫ് ഈ നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് ഈ നമ്പറിൻ്റെ സ്ക്വയർ, റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, അപ്പോൾ റൂട്ട് 25 എന്ന് വരും. മാഗ്നിറ്റ്യൂഡ് 5 എന്ന് വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് കമ്പോണൻസ് ആക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുക. അതിൽ ഒരാൾ ആംഗിളിനോട് ചേർന്ന് വരുന്നത് കോസ് കമ്പോണൻറ്റ്, അല്ലാത്തത് സൈൻ കമ്പോണൻറ്റ്. ഒരാൾ എക്സ് കമ്പോണൻറ്റ്, മറ്റൊരാൾ വൈ കമ്പോണൻറ്റ്. ദെൻ ഈ ഒരു വെക്ടറിനെ നമ്മൾ ഈ രീതിയിൽ എഴുതിയാൽ ഇത് എക്സ് കമ്പോണൻറ്റ്, ഇത് വൈ കമ്പോണൻറ്റ്, ഇത് എക്സ് കമ്പോണൻ്റെ മാഗ്നിറ്റ്യൂഡ്, വൈ കമ്പോണൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇങ്ങനെ കമ്പോണൻറ്റ് ഫോമിൽ എഴുതിയാൽ മാഗ്നിറ്റ്യൂഡ് കാണാൻ റൂട്ട് ഓഫ് ഈ നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് ഈ നമ്പറിൻ്റെ സ്ക്വയർ. ഇനിയിപ്പോൾ ഇവിടെ മൈനസ് സൈൻ ആണെങ്കിലും നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാം. സോ വെക്ടേഴ്സ് എന്നുള്ള സെഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വെക്ടറുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ആദ്യം മുതൽ വൃത്തിക്ക് പഠിക്കുക. എക്സാമിന് ചോദിക്കാവുന്ന എല്ലാ നിലയിലുള്ള ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ വേണ്ട പോയിന്റുകൾ മുഴുവനായും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ചാപ്റ്ററിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് വരാം.